നമ്മൾ വിചാരിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളും മാത്രമാണ് ദൈവമഹത്വത്തിന്റെ സുവിശേഷത്തിന്റെ പുരോഗതിയുടെ കാരണങ്ങളല്ല. ദൈവം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങൾ പോലും സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതേ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്നിലൂടെ സുവിശേഷം കൊടുക്കാൻ കർത്താവ് എനിക്ക് തന്നാണ്. എനിക്ക് സുവിശേഷം പറയണ്ടേ മൈക്കിലൂടെ ഒക്കെ പറയാൻ നിന്ന് എന്റെ കൈ കളിച്ച് സാക്ഷ്യം പറയാൻ തന്നെ കയറിയിട്ട് സകലമായ ഭാഗം കൂട്ടിയിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്ന് സുവിശേഷം പറയാൻ എനിക്ക് പറ്റണമെന്നില്ല അല്ലേ? നമുക്കെല്ലാവർക്കും സുവിശേഷം പറയാൻ സ്വർഗം അനുവദിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ അടയാളമാണ് സ്വർഗം അനുവദിക്കുന്ന ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ സഹനങ്ങൾ. ഇത് സുവിശേഷത്തിന്റെ പുരോഗതിക്ക് നമ്മളിലൂടെ അനേകർ സുവിശേഷത്തിന്റെ പുരോഗതിയിലേക്ക് വളരാൻ ദൈവം അനുവദിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നിടത്തുണ്ടല്ലോ നമ്മളിലൊരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും നമ്മൾ ഇങ്ങനെ 2 സ്റ്റെപ്പ് മുന്നിൽ നിന്ന് പുറകോട്ട് നോക്കി കാണും. എന്താ കാണുന്നത്? ഇത് നാളത്തെ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് ദൈവം ഇന്ന് എനിക്ക് തന്നതാ.